രണ്ട് വരി പോണെന്ന് അറിയില്ലേ? രണ്ട് വണ്ടിയിൽ ടയർ പോണ പറയാ. വയനാട്ടിൽ വന്ന ഈ ഫാക്ടറിക്ക് ആരും കയറരുത്, പറ്റിപ്പാണ്, ഒന്നുമില്ല. തേടെ മൂട് നോക്ക്, സീൻ സീൻ കാണൂ. നമ്മള് രാവിലെ തന്നെ ഇറങ്ങിയൊക്കെയാണ്. അതെ, സമയം കാണിച്ചു കൊടുക്കാം. 7:29. ശരിക്ക് കോഴിക്കോട് വഴി ഹോസ്റ്റലിലേക്ക് പോയാൽ മതി. പക്ഷെ നമ്മള് ഇന്നും ഒരു മാറ്റം പിടിച്ചു. അതെ, ഒരു 10-30 കിലോമീറ്റർ കൂട്ടി. ഇവിടെ നിന്ന് ആദ്യം നേരെ വയനാട് വിടും. ചുരം കയറിയിട്ട് വ്യൂ പോയിന്റ് കണ്ടിട്ട് വഴിക്ക് പേരാമ്പ്ര വഴി നാട്ടുകാല ഹോസ്റ്റലിലേക്ക് എത്തും, എന്താ അറിയില്ല. വണ്ടി ഫുൾ ലോഡാണ്. പുതിയ കണ്ണട ഇൻട്രൊഡ്യൂസ് ചെയ്യടാ. ഇത് എന്റെ അല്ല, കാക്കുന്റെ അടിച്ചു മാറ്റിയതാ. പല്ല് വെച്ചിട്ടില്ല, നേരെ നീച്ചിട്ട് വണ്ടി മേൽ കയറി. കണ്ണു നോക്കിയാ എന്റെ പേരുണ്ട്. കുഞ്ചിന് ലഗേജ് കാണണം. നല്ല ചാക്ക് കെട്ടി കൊടുന്ന കാര്യമാണ്. അതിൻ്റെ ഉള്ളിൽ ബാഗാണ്. നാട് വിട്ട് ഇറങ്ങി പോണ്ടെന്ന്. എനിക്ക് കൊടുന്ന ഹെൽമെറ്റ് തന്താര ഹെൽമെറ്റ്. ഞാൻ എന്നോട് മറ്റേ ഹെൽമെറ്റ് ചോദിച്ചു, വേണ്ട ക്ലാസിക്കട കേട്ടോ. നീ കണ്ണാണെന്ന് അറിയില്ല. കണ്ണാണ് കേടാ. ചായ പിടിച്ച് ഇറങ്ങിയാണ്. ചായ പിടിച്ച് കഴിഞ്ഞു. നേരെ നമ്മള് വയനാട് പിടിക്കുന്നു. ഏതെങ്കിലും ബാത്റൂം ഇത് നിർത്തണേ. പമ്പ് നിർത്തേ. കാക്കൂസിൽ പോണം. കാക്കൂസും പോലും പോയിട്ടില്ല. ഇതിന്റെ കാല് വെച്ച് എന്റെ ആവശ്യമില്ല. പക്ഷെ ഫ്രഷ് അവിടെ ഇറങ്ങിയ ഉറക്കം വന്നിട്ട് ഇറങ്ങണേ. രാത്രി കടന്നുറങ്ങാന്നാണ് അറിയില്ല. ഹെൽമെറ്റും എന്താ മേടിക്കണം കുഞ്ചു? വെള്ളം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ്. വെള്ളം VK പടി. നാട്ടിൽ UK പടി ഉണ്ട്. നാട്ടിൽ UK പടി ഉണ്ട്. നമ്മൾ VK പടി എത്തി. VK പടി ഊട്ടിക്ക് എത്ര? മുഞ്ചിയൊരു കാക്ക പോണ നോക്കി. കാക്ക മുഞ്ചിയൊരു കാക്ക. അയ്യോ ഇപ്പൊ തന്നെ ലൈവ് ആക്സിഡന്റ് നമുക്ക് കാണേണ്ടിയിരുന്നു. ജസ്റ്റ് മിസ്സാണ് ലൈവ് ആക്സിഡന്റ്. എവിടെന്ന് അറിയില്ല, പക്ഷെ ഒരു വ്യൂ കണ്ടപ്പോ നിർത്തിയതാണ്. അടിപൊളി. ഒരു പുഴ, കുറെ തോണികളുണ്ട്, ഒരു കാക്ക മീൻ പിടിക്കുന്നുണ്ട്. അപ്പുറത്തൊരു പോത്ത്. അപ്പുറത്ത് നല്ല രസമുണ്ട്. ഒരു പാലം ഉണ്ട്, ഒരു പോത്തുണ്ട്. പശുവാണോ? പശു. അപ്പുറത്തിരിക്കാൻ, അപ്പുറത്ത് കുളിക്കാറുണ്ട്. ഒരു കാക്ക കുറെ നേരം മീൻ പിടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. പാവം. 6 മണിക്കൂറോളായി നമ്മളവിടെ ഇരിക്കുന്നത്. നമ്മൾ വീണ്ടും ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ബാത്റൂമിൽ പോണെന്നാണ് നമ്മള് ഇപ്രാവശ്യത്തെ ബാത്റൂം വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണം. നീ ഹെൽമെറ്റ് പറഞ്ഞേക്കല്ലേ? നാളത്തെ ഹെൽമെറ്റ് കൈ പെട്രോളിൽ പറഞ്ഞു എന്റെ പോയി പിന്നെയും കൊടുന്നതാണ്. ഞാനാ പറഞ്ഞേക്കണത്. അടിപൊളി വെയില്. വയനാട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോണാണ്. ഒടുക്കത്തെ വെയില്. അല്ലെങ്കിൽ നമ്മൾ എവിടേക്ക് ഇറങ്ങുന്ന അന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നല്ല മഴയൊക്കെ, നല്ല കോടമഞ്ഞാണെങ്കിൽ. നാട്ടിൽ വന്ന സമയത്താണെങ്കിലും പേരും ജാതി വേണം. അരിക്കോട് കഴിഞ്ഞു. എവിടെ എത്തിയടാ? അരീക്കോട് കഴിഞ്ഞ് മാവൂരെത്താനായി. അരിക്കോട് കഴിഞ്ഞ് മാവൂരെത്താനായി. ഒരു മല കണ്ടു. അപ്പൊ കാഞ്ചിൽ കഴിച്ചിട്ട് പോകണ്ട. ചെറുതാണ്, പോരാ. അശോക് ലൈലാൻഡിന്റെ മുന്നിൽ രണ്ട് വാക്ക് പറയാൻ കരിമിന് പറ്റി, 2 വാക്ക് പറയാൻ ജ്യൂസിന് പറ്റി. ചെറിയ കുട്ടികൾ അനുകരിക്കുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിന് മാത്രമേ ചെയ്യാം.
അപ്പൊ ആശീർ പറഞ്ഞ അവസ്ഥ ആശിരം എന്താ പറഞ്ഞേ? മൂടുണ്ടോന്നു ഇപ്പൊ തിരിച്ചറിയുന്നില്ല. രണ്ടാളെ കൊണ്ടി പോയി കുട്ടിക്ക് നല്ല സുഖമോ? എത്ര കൊണ്ട് പോന്നപ്പോ? ഓൾമോസ്റ്റ് ഒരു 10 ഫുൾ റൗണ്ട് നോക്കുകയാണെങ്കിൽ ഒരു 80 കിലോമീറ്ററിന്റെ അടുത്ത് എത്തിക്കുമ്പോ ഇഞ്ചിന്റെ ഒരു 70 കിലോമീറ്റർ. എവിന്റെ ഉറവുണ്ടാവും. നമ്മളെത്തുമ്പോഴത്തേനായി 70 കൂടും. ചോർത്തേക്ക് എത്ര? ചോർത്തേക്ക് ഒരു 15 കിലോമീറ്ററോ? ചോർത്തേക്ക് 18 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ കുണ്ടി പോയിട്ട് ഇവിടെ ഇരുന്നതാ. ഇപ്പൊ തന്നെ തേയ്മാനായി. സാധാരണ നമ്മള് വരുമ്പോ അത്ര വലിയ ഇതുണ്ടാവില്ലല്ലോ. നമ്മള് വരുമ്പോ അങ്ങനെ മൂഡ് ഇല്ലല്ലോ. ഇപ്പൊ എന്താ പറ്റിയാവോ? ഭയങ്കര ക്ഷീണം ഗൈസ്. ഇപ്പൊ കുണ്ടെല്ലാം ഓക്കെ ആയി. അപ്പൊ യാത്ര നമ്മള് പിന്നെ തുടരാണ്. കുഞ്ചിന്റെ ഹെൽമെറ്റ് ഭയങ്കര മോശം ഹെൽമെറ്റ്. സാധാരണ ഹെൽമെറ്റ് തന്നിട്ട് നല്ല ഹെൽമെറ്റ് കൊടുത്തു. എന്ത് മോശപ്പായിടെ കുഞ്ച്. 500 റുപ്യ. ഗായ്സ് ഫൈനലി നമ്മള് കേറാൻ പോണ ചുരം കണ്ടു ഗായ്സ്. മല കണ്ടു. മല നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഗായ്സ്? അതെ ഫൈനലി ഇവിടെ നോക്കിയൊക്കെ അവർക്ക് ചോപ്പായി കണ്ടതാണ്. ഇല്ല ഒരേ കളറാണ്. അത് കണ്ടിട്ടൊക്കെ നമ്മള് ബാക്കിൽ വന്ന് വണ്ടി എത്തി. എന്തായാലും മേടിക്കാം. വിശക്കുന്നു. എന്താ മേടിക്കുന്നത്? ചായ കുടിച്ചണം. ഗൈസ് നമ്മൾ ചുരം ഫസ്റ്റ് ഹെയർ പിൻ കഴിഞ്ഞു. ഇനി എത്ര അറിയില്ല. വണ്ടി അവിടെ നിർത്തി വെച്ചാല് ഇവിടെ പോലീസുകാർ ബോർഡുണ്ട് നോ പാർക്കിംഗ്. അവസരം കൊണ്ടിട്ട് പക്ഷെ ബാക്കിലാണ് നോ പാർക്കിംഗ് ഇരിക്കുന്നത്. എന്നാലും അങ്ങനെ ഇരിക്കണല്ലേ ബാക്കിൽ നോ പാർക്കിംഗ്. ഗൈസ് ഇതിന് ബാക്കിൽ നോ പാർക്കിംഗ് ചെയ്ത് വെച്ചാണ്. മുന്നിലെന്താ? മുന്നില് നോ പാർക്കിംഗ്. വണ്ടി വേഗം എടുത്തോ. മാറ്റി അപ്പൊ പെട്ട് കൈ വേഗം വണ്ടി എടുത്ത് പോട്ടെ. ഇവിടെ തന്നെ നോ പാർക്കിംഗ് എടുത്ത് വണ്ടി കൊണ്ട് നിർത്തിയാണ്. ഇത് പോട്ടാ വണ്ടി വേണ്ട. വണ്ടി എടുത്തി. ഡോൺ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. നമുക്ക് പിന്നെ സംഭവം ഇല്ലാത്തതുകൊണ്ട് വിഷയല്ല. നമ്മള് പച്ചയ മനുഷ്യന്മാരാണ്. ഹരിത വിപ്ലവ കേരളം. ഏത് മൂട്? ഒരേ മൂട്. വെയിലാണെങ്കിലും കുഴപ്പമില്ല. നല്ല തണലുണ്ട്. നല്ല തണുപ്പിന്റെ അടിച്ച് കയറി. ചെറുതായി തുടങ്ങിയിട്ടുള്ളൂ. കേറാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ തന്നെ ചെറുതായി തണുപ്പടിക്കാൻ തുടങ്ങി. കോടൊന്നുണ്ടല്ല വെയിലല്ല. മുട്ടായിക്ക് ഉരുകി പോയിടാം. അയ്യോ അയ്യോ അയ്യോ. ഊരിരുട്ട് ഫുള്ളിരുട്ട്. മൂട്. ഈ കണ്ണാടി കൂടെ ഇട്ടാ ഒന്നും കാണില്ല. എന്ത് ചീഞ്ഞമാണോ? നല്ല പണം നല്ല പണം നല്ലോണം. നല്ല ബ്ലോക്ക് ഉണ്ട്. എല്ലാം ബ്ലോക്കാണ്. ആരും വയനാട്ടിൽ കേട്ട ആരും വരുന്ന വഴിക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ചെറിയ വണ്ടികളെ കുഴപ്പമില്ല. 2 വണ്ടി തട്ടിയ കണ്ടു. 2 വണ്ടി തട്ടിയപ്പോ കണ്ടു. ചെറിയ വണ്ടിയെ പ്രശ്നമില്ല. പക്ഷെ 2 KSRTC അപ്പുറത്ത് ഇപ്പുറത്ത് വരുമ്പോ നല്ല റഷ് വരുന്നുണ്ട്. അയ്യോ നോക്കി കേറി തട്ടും. തൃശ്ശൂർ എന്താ മുത്ത തിരക്ക്.
സീന്. ആടെ കുടുങ്ങി മെല്ലെ പോ. നോക്കിപ്പോ. സ്ലോ പോ. എന്താ അടി പറിച്ചു അല്ല വൈന്ന് മാറി പോണ കുണ്ടച്ചികളെ. എന്താ ഒറ്റക്കിരിക്കണോ? ഊയ് തിന്നാ വേണോ? ഹലോ സങ്കടത്തിലാണോ? ഓയ് രക്ഷയില്ല. സീന് സൈഡ് പണി ഫുള്ള് കുറങ്ങന്മാരും ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ടും ഒരേ കളിയല്ല സോറി ഗൈസ്. എന്റെ വരി പോണ അറിയില്ലേ? കാട്ടിടാ 2 വണ്ടിന്റെ ടയർ പോണ മരിയാ അങ്ങനത്തെ വലിയ വണ്ടിന്റെ ടയർ പോയതാ. 2 വണ്ടി അത് വലിയ ഒരു പോയതാ. മുട്ടായി എങ്ങനെയുണ്ട്? പോയി. ഈ മണ്ടന് മുട്ടായി ഏതാണ്? അങ്ങനെയാണ് അതിന്റെ ടേസ്റ്റ്. ഈ മുട്ടായി തിന്നോല് പറയട്ടോ. ഇത് തിന്നണ്ട, ആര് തിന്നണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുൾ ടേസ്റ്റ്. അത് കഴിക്കാൻ നിൽക്കണ്ട ഗൈസ്. അടിപൊളി മുട്ടായിയാണ്. ഈ വ്യൂവിന്റെ മൊത്തം മൂഡ് കളഞ്ഞു ഈ സാധനം നിന്നിട്ട്. അപ്പൊ പോവാ. ഗായ്സ് നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഗായ്സ്. അവിടെ എന്റെ മുത്തേ മണ്ണിടിച്ചില്ല ഗായ്സ്. നല്ല പോലെ മണ്ണിടിച്ചിൽ എന്തോ ഉണ്ടായിട്ടുണ്ട്. കാണിച്ചറാ എന്താലേ ഭാഗ്യം കുറച്ച് പോയിട്ടുള്ളൂ. മൊത്തം പോയി കളിച്ചോക്കാം, പിന്നെ വഴിയേ ഉണ്ടാവില്ല. കുറച്ചൊക്കെ അടിയൊക്കെ ഇറങ്ങിയിരിക്കുന്നു. എന്റെ മുത്തേ ഹൈവേ പോലീസ് ഗായ്സ്. അയ്യോ പോലീസ് പിടിച്ചു ഗായ്സ്. അയ്യോ പോലീസ് പിടിച്ചു. എല്ലാ ബുക്കും പേപ്പർ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ബാക്കിൽ കാണാൻ ഹെൽമെറ്റ് ഇട്ടിട്ടില്ലേ. പോലീസിന്റെ അവിടെ കണ്ടു അന്ത മുട്ടിരുന്നു. ലാസ്റ്റ് കൈ കാലം പിടിച്ച് മുട്ടുട്ടോ. കൈ കാലൊന്നും പിടിച്ചില്ല. നമ്മള് നമ്മള് വലിയ പ്രശ്നങ്ങളിലാണ് ചെറിയ മൂഞ്ചലുകൾ കഴിഞ്ഞ് വലിയ മൂഞ്ചലിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാല് നമ്മളിപ്പോ ചെക്ക് പോസ്റ്റ് പിടിച്ചു പോലീസ്, അവിടെ വിട്ടു. പിന്നെ പെട്രോൾ പമ്പ് പോയപ്പോ വീഡിയോ എടുക്കുമ്പോ ഒരു ചങ്ങായി വന്ന്, അത് ഞാൻ യൂണിഫോം ഇല്ല. എന്നിട്ട് നമ്മൾ സംസാരിച്ച്, നമ്മൾ ആദ്യം വിചാരിച്ച് ഏതോ വൈപ്പോക്കാൻ വിചാരിച്ച് ഒരു മൈൻഡിലാണ് സംസാരിച്ച്. ലാസ്റ്റ് പറഞ്ഞു ഞാൻ അവിടുത്തെ സി ആയിരുന്നു. അപ്പൊ തന്നെ നമ്മള് കാറ്റുപോയി. അയാളാണ് നിങ്ങളെ കോലം കണ്ടാല് നിങ്ങൾ പോണ എങ്ങനെ വെച്ചാൽ നമ്മൾ ഈ ലോങ് ആണല്ലോ പോണേ, കറങ്ങി തിരിഞ്ഞ പോണേ. ശരിക്കും നമുക്ക് തലശ്ശേരി കോഴിക്കോട് നേരെ പിടിച്ചാൽ മതി. ഇങ്ങനെ വയനാട് ഇങ്ങനെ കയറി പോകുമ്പോ എല്ലാവർക്കും ഡൗട്ട് അടിക്കൂലേ, കാരണം നമ്മൾ ഈ കോലം ബാഗെല്ലാം പിടിക്കും. അതല്ല ലഗേജ് ഉണ്ട്. അപ്പൊ ഒരു വിചാരം നമ്മളെന്തോ കടത്താണ്. അയാളെ കുറെ പേടിപ്പിച്ച് ലാസ്റ്റ് ഓക്കെ പറഞ്ഞ നമ്മള് വിട്ടു കിടന്നു. ചെറുത് കഴിഞ്ഞാണ് വലുത്. ഇപ്പൊ മഴ പെയ്യും പറഞ്ഞ നമ്മൾ കോട്ട് ഇട്ടു, ഇപ്പൊ മഴയും പോയി. എന്താ ഭാഗ്യം. എന്ത് മുഞ്ചനാണ് ഒരുത്തം കണ്ടോ ബാഗൊക്കെ ഇത്ര ഇറസ്പോൺസിബിൾ ആയിക്കൊണ്ട് ഇട്ടുകൊണ്ട് പോയിക്കണ് വേട്ടാളിയ. ഗായ്സ് നമ്മളിപ്പോ ബാണാസുര ഡാം പോവാണ്. ഏകദേശം ഇവിടുന്ന് 20 കിലോമീറ്റർ കൂടി ഉണ്ട്. ആ ബാക്കി ഞാൻ അവിടെ വരിക. ഓ എന്റെ മുത്തേ ഇങ്ങനെ തയ്ക്കാനായിട്ട് അങ്ങനെ അങ്ങോട്ട് നോക്കിയോ. ഊട്ടി പോയ ഫീല്. തണുപ്പുണ്ട്, തൈലത്തോട്ടം. അയ്യോ വണ്ടി തൈലത്തോട്ടല്ലേ, തേയിലത്തോട്ടം. ഒരു ഊട്ടി പോയ ഫീല്. നല്ല തണുപ്പും നല്ല ക്ലൈമറ്റ്. മഴ പോയ ഭംഗി പോടാ. മഴ കിട്ടിയ കൂടുതല് മഴ കിട്ടുമ്പോ മഴ കിട്ടിയ ആകെ പോകും. അവിടെ അടിവാരത്തുനിന്ന് നല്ല മഴയാണ്. ഫോട്ടോ ഒക്കെ ഇറങ്ങി പിടിക്കോ? പ്രൈവറ്റാ അവിടെ ഗോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോന്ന് പറഞ്ഞാണ്. അപ്പൊ നമുക്ക് പോവാം. എന്റെ മുത്തേടെ മൂട് നോക്ക്. സീൻ കാണൂ. പറഞ്ഞാരി
സുഹൃത്തുക്കളെ നിങ്ങളിത് കാണുന്നുണ്ടോ? തൈലത്തോട്ടം, വയനാട്ടിലെ തൈലത്തോട്ടം. പിന്നെന്തോട്ടാ? തേയിലത്തോട്ടം. ഇപ്പൊ നമ്മൾ 2 ഫോട്ടോ എടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് അടുത്ത വിശേഷമായിട്ട് കാണാം. തൈലത്തോട്ടത്തിലേ ഉള്ളൂ, കണ്ടില്ലേ? രസം, നല്ല രസമുണ്ട്, നല്ല ക്ലൈമറ്റ്. ഓ വെയിലുണ്ടല്ലേ കുറച്ച്, കണ്ണാടിയിട്ട് ചെറുതായിട്ട് ബ്ലാക്ക് അടിച്ചു, എന്നാലും കുറച്ച് വെയിലുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ട്. ഇത് സ്വന്തമാക്കിയിരിക്കുന്നു. ഇതല്ല എന്റെ തോട്ടം, എന്റെ പാപ്പാന്റെ സ്വന്തം തോട്ടം. ആർക്ക് വരാം, ഫോട്ടോ എടുക്കാൻ പോവാം, പൈസ ഒന്നുമില്ല. നാട്ടുകാർ പോയിട്ടുണ്ട്. ഇവിടുത്തെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞു. ഇനി അടുത്ത ബാണാസുര ഡാം. നമ്മൾ എത്തുമായിരിക്കും. ചാർജ് ചെയ്യാൻ ഫോണില് ചിലപ്പോ കിട്ടുള്ളൂ, ചിലപ്പോ ഓഫ് ആവും. ഏതെങ്കിലും കടി കയറണം. ബൈ 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 ബൈ. വയനാട് ടീ മ്യൂസിയത്തിൽ വന്നൊക്കെയാണ്. മൂട് ഇതെന്താ അത്? ക്രിയേറ്റിവിറ്റി. അതൊക്കെയാ അതിന് പൈസ കൊടുക്കേണ്ടി വരും. ഹലോ ചേച്ചി പറഞ്ഞോ? എത്ര പേർന്ന്? ഇവിടെ കുറെ സാധനം കണ്ടാ, വെറുതെ നടക്കല്ലേ. ടീ മ്യൂസിക്, ബോണ്ട ട്രൈബ്, കുറെ സാധനങ്ങളുണ്ട്. ഒന്നും മനസ്സിലാകുന്നില്ല. ടീ മ്യൂസിയം എന്ന് പറഞ്ഞ എന്തൊക്കെയോ ഉണ്ട്. ഇതിനെത്ര റുപ്യാണ്? 200 റുപ്യാണ് പൈസ ഇല്ല. വയനാട്ടിൽ വന്ന ഈ ഫാക്ടറിക്ക് ആരും കയറരുത്, പറ്റിപ്പാണ്, ഒന്നുമില്ല, പറ്റിച്ചു. മഴ, നമ്മൾ ഡാമിലെത്തി. 2% ഉള്ളൂ, ഡാമിലെത്തി. ഇപ്പൊ ഓഫ് ആവും. നമ്മൾ ബാണാസുര ഡാം എത്തി. പശിച്ചോ അങ്ങോട്ടോ എന്താ രസം. ഒരു രസമില്ല കായ്സ്. ഒരു 40 പോയി മഴയും കൊണ്ട്. ഫോണ് ചാർജ് ആയി ഒരു 17-15% ആയിട്ടുണ്ട്. ഇപ്പൊ ഒരു കടയിൽ കയറി ചാർജ് കുത്തി. നമ്മുടെ എവിടെ നിന്ന് അറിയില്ല. വയനാടിന്റെ ഏതോ ഉള്ളേരി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. 68 കിലോമീറ്റർ ഉണ്ട് തലശ്ശേരിക്ക്. വാളാട് HS എവിടെയോ. നമ്മൾ ഫോൺ ചാർജ് ആക്കി വയനാട് കാട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചുരം ഇറങ്ങും ഗായ്സ്. ചുരം ഇറങ്ങും. ഭയങ്കര മൂടി ക്ലൈമറ്റ്. മഴ പെയ്തിട്ട് കോട ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നല്ല കോട പറ്റി. ഇതിനെ ഫോൺ ചാർജ് ചെയ്യും. അപ്പൊ ബാക്കി ആരെയും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ചാർജ് ആക്കി 15% എന്നാലും വന്നതിൽ ലാഭമായി. നല്ല തണുത്ത കാറ്റൂല. റോഡ് കൂടി, മെയിൻ റോഡ് കൂടി അല്ല, സാധാരണ വാസിക്കുന്ന റോഡ് കൂടിയല്ല, ഫുള്ള് റോഡ് കൂടി, ഗ്രാമീണ പ്രദേശങ്ങളിൽ കൂടി ഫുള്ള് കൂടി. അതെ അതെ, നിങ്ങളിപ്പോ കുഞ്ചിന് തള്ളു കേൾക്കുക. പിന്നെ കൂടി പോയി. എന്താ ഭാഗ്യത്തിൽ ഇതുവരെ ടയർ പൊട്ടിയിട്ടില്ല. 200 വാക്യം. അയ്യോ കുത്തല്ലേ. തലശ്ശേരി എത്തുമ്പോ എന്തായാലും ഒരു 300 കിലോമീറ്റർ. 250 കിലോമീറ്റർ എന്തായാലും ഓടും. 250 കഴിയുന്നു. 600 രൂപ എണ്ണ കൊടുത്തിട്ട് വണ്ടി നീങ്ങുന്നില്ല. ഫുള്ള് കോടമഞ്ഞ്. ക്യാമറ ശരിക്കും കാണുമെന്ന് അറിയില്ല, ബട്ട് നല്ല മൂട്. എന്റെ മുത്ത വന്നീന്റെ ലാഭം. രാവിലെ മുതൽ ഇതുവരെ വണ്ടി ഓട്ടി ഇത്ര ലാഭം കിട്ടിയില്ല. ഇപ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ. എന്റെ മുത്ത ഇനി വല്ല മാനോ ആനയോ എന്തിനും കണ്ടാ മതി. മുത്ത ഒരു നരി നിക്കണൊക്കെ മൂട്. ഗായ്സ് ഒന്നിന് ലാഭം. മൂട് ഇവിടെ കാണണല്ല കോട. ഇവിടെ നോക്കി. 200 രൂപ. 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 2
6 ചെലവായി, 6 ലാഭം നമുക്ക് ഈ സാധ്യത. ഈ കോട മാത്രം കാണാൻ കിട്ടി, സന്തോഷം. ഇത് കാണാൻ വന്നേ, കണ്ടു. അത് വയനാട്ടിൽ നിന്ന് കിട്ടിയില്ല, വയനാട്ടിൽ കിട്ടാതായപ്പോ ഭയങ്കര കയറി. പക്ഷെ ഇവിടെ ആൾക്കാർ തീരെ രസില്ല, ഭയങ്കര തണുപ്പ്, വറക്ക കിടന്നിട്ട്. തണുപ്പ് നല്ല ഗുണം. താഴെന്ന് കോട ഇങ്ങനെ അടിച്ച് കയറി വരുന്നുണ്ട്. കാറ്റടിച്ചുമ്പോ ഒന്നാദ്യം പോവും, പിന്നെയും വരും. അവിടെ കണ്ട ആൾക്കാരെ കുറേ പേരുണ്ട്. ഇത് കാണാനായിട്ട് നിർത്തിയ കുറേ പേരുണ്ട്. അതിൽ വന്നവർക്ക് ലാഭം. ഇനി വന്നിട്ട് കാണാതെ പോയിന് പരാതി ആക്കില്ല. ഭയങ്കര വൈബ്, സീന്. കൂരിട്ട് ഒന്നുമേ കാണുന്നില്ല ഗായ്സ്. നോക്കിയാ ഫുള്ള് കോട, വെള്ളച്ചാട്ടം, തണുപ്പ്, എക്സ്പീരിയൻസ്. സീന് തീരെ രസില്ലാത്ത നല്ല റോഡ്. താമരശ്ശേരി പറയുമ്പോ നല്ല തിരക്കുണ്ടായിരുന്നു, ഭയങ്കര വെയിലൊന്നുമില്ല. പക്ഷെ ഇവിടെ തിരക്കില്ല, ശാന്തമായ കാടുകളിലൂടെ തിരക്കില്ലാത്ത റോഡുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് കേട്ടോ. അത് ആരെങ്കിലും വൈകുന്നേരം ടൈമിൽ ഇതിൽ പോയാൽ ലാഭമാണ്. ചെറിയൊരു മഴ പെയ്ത് കഴിഞ്ഞാല് സ്ഥലം വയനാട്ടിൽ നിന്ന് കൊട്ടിയൂർ ചോര ഇറങ്ങില്ലേ, കണ്ണവം, ആ റോഡാണ്. കണ്ണവം, ഈ റോഡ് നേരെ ഇറങ്ങി പോകുന്നത് കണ്ണവം. നമ്മളതിന്റെ ഏറ്റവും ടോപ്പില്. എവിടെയാണ് ഏറ്റവും ടോപ്പിലോ? മഞ്ഞാണ്, മഞ്ഞാണ് ഗായ്സ്. ഏറ്റവും ടോപ്പ് നമ്മൾ വരുന്നത് ആ മഞ്ഞാണ്ടോ? മഞ്ഞ ഉള്ളിൽ മലയുണ്ട്, നമ്മൾ അവിടുന്ന് വരുന്നത്. ഏകദേശം നമ്മൾ താഴെ ഇറങ്ങി. നമ്മളെത്തിരിക്കുന്നു ഗായ്സ്, നമ്മൾ എത്തിയിരിക്കുന്നു. ടൈം രാവിലെ 7 മണിക്ക് പോകുന്നത്, വൈകുന്നേരം 7:51. ഒരു 280 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്തു. ഭയങ്കര ബോറായിരുന്നു സ്റ്റാർട്ടിങ് ഒക്കെ. പക്ഷെ ലാസ്റ്റ് വയനാട് ചോറ ഇറങ്ങിയപ്പോ വയനാട് ഡിസപ്പോയിന്റഡ് ആക്കി. കൊട്ടിയൂർ ചോറ ഇറങ്ങിയപ്പോ സീന്, അവിടെ എല്ലാം മൂഡ് ഓഫ് മാറ്റി. ഏതാ വ്യൂ, സീന്. മഴ പെയ്തോണ്ടും കോട ഇറങ്ങിക്കൊണ്ടും നല്ല റോട്ട്. പിന്നെ അപ്പോ അടുത്ത വീഡിയോ കാണാം. ഇത് കഴിഞ്ഞു. ടാറ്റ, ബൈ ബൈ ബൈ.